അപ്പോൾ അമ്മച്ചി നമ്മുടെ കരുനെല്ലിക്ക എന്തായി? നമുക്ക് നോക്കാം. അപ്പോൾ 10-41 ദിവസമായി നമ്മുടെ കരുനെല്ലിക്ക നമ്മൾ അടുപ്പേ കയറ്റി വെക്കുന്നു, വെക്കുന്നു, പിന്നെ ചൂടാക്കുന്നു, ഇളക്കുന്നു, മറക്കുന്നു, പിടിക്കുന്നു, എല്ലാം ചെയ്തു അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തേ നമ്മുടെ കരുനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറയണത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഞങ്ങളെ കെട്ടഴിച്ച് നോക്കി വേണ്ട ഓക്കെ. നമ്മുടെ കരുനെല്ലിക്ക കറുത്തത് നിങ്ങൾ നോക്കിയേ, കറുത്തില്ലേ? നല്ല പുളിമണക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഒരു പാത്രത്തിലേക്ക് ഓരോന്നോരോന്നങ്ങോട്ട് അഴിച്ച് കൊട്ടിയിടാം അല്ലേ? നമ്മൾ എങ്ങനെ ഇട്ട വെളുത്ത നെല്ലിക്കയായിരുന്നു, ഇപ്പോഴേ എല്ലാം കറുത്തു പോയി. ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടോ ദൈവത്തെ? എല്ലാത്തിനും അടിയിലൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ പിടിക്കുന്നുണ്ടാവേ. അതുകൊണ്ട് നമുക്ക് അടുത്ത് കഴിക്കാം. അതൊന്ന് ഇളക്കി കടി അടി പിടിക്കുന്നത്. ഇതണ്ട അടുത്തത് അതും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒന്ന് അഴിച്ചു നോക്കാം. കെട്ടിയത് ഞാനാണല്ലോ, പക്ഷെ കഴിക്കാൻ ഇതണ്ട. പിന്നെ ഒന്ന് ഇളക്കട്ടെ, ഒന്ന് ഇളക്കി ഇവനെ നമ്മൾ ഇതിനകത്തേക്കൊക്കെ തട്ടാം. ഇതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും, ഒന്ന് ഇളക്കി എടുക്കട്ടെ. കരുനെല്ലിക്കയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് അല്ലേ? ഇത് അത്ര എളുപ്പമല്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്, ഒരു ഇച്ചിരി കഷ്ടപ്പാടാണ്. അതെ. ഇനി ഇത് കഴിക്കുന്ന വിധം അമ്മച്ചി പറഞ്ഞു കൊടുത്തേ. അങ്ങനെ എടുത്ത് വാങ്ങിക്കുന്ന ഇട്ടാൽ മതിയോ? നല്ല കഞ്ഞി തൊട്ട് കൂട്ടുവോ അല്ല ചാരിച്ച് കൂട്ടുവോ എന്ത് വേണം ചെയ്യാം. എന്ത് രസം തിന്നു നോക്കിയേ. അല്ല പുളി എരിവും പുളിയല്ല കുടിച്ചല്ലേ? അപ്പൊ ഇതിപ്പോ നമ്മൾ കരുനെല്ലിക്ക ആക്കി കറുപ്പിച്ചെടുത്തു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഇപ്പൊ തന്നെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എണ്ണയിൽ വഴറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. എണ്ണ വഴറ്റണോ? എന്താ ചെയ്യുന്നത്? എണ്ണ വഴറ്റി കൊടുക്കാം. എല്ലാവർക്കും ഇത് അറിയത്തില്ലായിരിക്കും ചെയ്യേണ്ട രീതി എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് ആ എണ്ണയിലൊക്കെ വഴറ്റിയാലോ? നമ്മുടെ ഈ കുരുമുളകിന്റെ ഈ കൂന്തറ എന്നാ പറഞ്ഞ കുരുമുളകിന്റെ അതെല്ലാം അങ്ങ് പെറുക്കി എടുത്തേക്കാം. കാരണം നമ്മുടെ കുരുമുളകൊക്കെ അതിനകത്ത് അലിഞ്ഞ് ഇതായിട്ടുണ്ട്. കുരുമുളകിന്റെ പറിക്കാൻ മതി. ഈ മുളക് ഇത് കുറച്ച് നെല്ലിക്ക അങ്ങോട്ട് വാരെടുത്തിട്ട് ഈ മുളക് കുറച്ച് ഇങ്ങനെ വാരിടുക. കുരുമുളകിൻ്റെയാ അതൊക്കെ അലിഞ്ഞാൽ പോയാൽ അതിനകത്തൊന്നും എരിവുണ്ടായില്ല. കാരണം അറിയോ, പിഞ്ചു കുരുമുളകല്ലായിരുന്നോ? എരിവിൻ്റെ കുരുമുളക് നല്ല അമ്മ, ശരീരത്തിലൊക്കെ നല്ല സാധനമല്ലേ? അമ്മ എന്നാ പറയാ, എന്നാ ഗുണമുള്ളതാ? ഒരുപാട് ഔഷധ ഗുണമുള്ളതല്ലേ? ഈ കുരുമുളകിൻ്റെ ഇതൊന്നും വേണ്ടതാ. അതൊക്കെ ആൾക്കാർ വിചാരിക്കും തന്നെ ഇതിനകത്ത് ചണ്ടി കിടക്കുന്നതെന്ന് വിചാരിക്കില്ലമ്മേ. നമുക്ക് വയറ്റെടുക്കാം. അത് നമുക്ക് വയറ്റാൻ നേരത്താണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഒഴിവാക്കി തരാം. ഞാൻ ഇതൊക്കെ ഒന്ന് പറക്കി എടുത്തിട്ട് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞേ, നമ്മളിത് എണ്ണ ചട്ടി തേ വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. അതിനകത്ത് എണ്ണയൊക്കെ ചേർക്കട്ടെ. ഓയിൽ വെച്ചിട്ട് ചട്ടി തേ വെച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ലേശം കടുക് ഇടുക, ലേശം ഉലുവ ഇടുക. അത് കഴിഞ്ഞിട്ട് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ ഇതങ്ങോട്ട് ഈ ആവശ്യത്തിനുള്ളത് ഇത് ഇടുക, നമ്മുടെ നെല്ലിക്ക. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇളക്കി ചൂടാക്കി എടുക്കണം. അതിനൊന്നും ഉടഞ്ഞു പോകും, ചിലതൊക്കെ കുഴഞ്ഞിരിക്കും. അതെ, ഇത് കുഴഞ്ഞിട്ടില്ല, നല്ല മണിമണിയായിട്ട് കിടക്കും. ഇതിപ്പോ നമ്മള് 10-30 കിലോ നെല്ലിക്ക കിട്ടതാ. അകപ്പോ ഇപ്പൊ ഒരു 5 കിലോ ഉണ്ടാവുമോ? അതൊരു സംശയമാ. ഓക്കെ, അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന രീതിയും കൂടി നമ്മളെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചോ. അപ്പോഴത്തേക്ക് ഞാനിത് പെറുക്കി
പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ, കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഓയിൽ വേണ്ട, ഇത്രയല്ലേ ഉള്ളൂ. നമുക്കൊരു 5 കിലോ സാധനമേ ഉള്ളൂ. അപ്പം അതിനുള്ളത് ഓർഡർ വന്നു മതിയെന്ന്. അമ്മേ ഇത് ഇന്ന് ആക്കിയിട്ടേ ഇന്ന് അത്താഴത്തിന് ഇതും കൂട്ടി കഞ്ഞി അല്ലേ, ചൂട് കഞ്ഞി. ആഹാ, ഇത് കറുപ്പിക്കാനുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിനാട് അടുപ്പേ വെച്ച് ചൂടാക്കി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അത് കറക്റ്റ് സമയത്ത് ചെയ്യണം, അതാണ് ഏറ്റവും പണി. അങ്ങനെ ഒരു 10-41 ദിവസം വച്ചാലാണ് ഈ കണ്ടീഷനിൽ എത്തുള്ളൂ. ഇതിനകത്ത് ഓവർ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അളിഞ്ഞഴിഞ്ഞ് പോവുകയും ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ഓവർ വെള്ളം ആകാനും പാടില്ല, അതെ, തീ കൂടാൻ പാടില്ല. ചെറിയ അത് സത്യമാണ് കേട്ടോ. അതിന്റെ അപ്രിസിയേഷൻ മുഴുവൻ അവർക്ക് തന്നെയാണ്. അവളാണത് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞില്ലേ ABCD അറിയാൻ വയ്യാത്ത ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് പേടിയായിരുന്നു. ഓരോ പ്രാവശ്യം അടപ്പ വെക്കുമ്പോ ഇത് അടി പിടിക്കുന്നുണ്ടോ, എന്നിട്ട് അടി പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ. അതെ, നമ്മൾ 4 കലമായിരുന്നു വച്ചിരുന്നത്. ഒരു കലത്തിലെ കലം എങ്ങനെയാണെന്ന് അറിയാതെ തന്നെ പൊട്ടിയിട്ട് അതിനകത്ത് വെള്ളം പറ്റിപ്പോയി. അത് വല്ലാതെ ഇതായിപ്പോയി, അത് ശരിക്കും കറുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത് നിങ്ങളെ കാണിക്കാത്ത. നമ്മൾ 3 കലം ആയുള്ളൂ, റെഡി ആയുള്ളൂ. അതുകൊണ്ട് 3 കലത്തിൽ നമ്മൾ കാണിക്കുന്നു. പുതിയ കലം. അപ്പൊ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ ഇതിട്ട് കൊടുക്കാം. കടുക്, അതിന്റെ കൂട്ടത്തില് ഒരു നുള്ള് ഉലുവ, നമുക്ക് ഒരു ഫ്രഷ് കറിവേപ്പില അതുകൂടി കുറച്ചിട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. എന്നാമേ വേണം, അത്ര മഞ്ഞൾ പൊടി ഇടാം നമുക്ക്, വേണ്ട. അമ്മ പറഞ്ഞത് നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഒരു അല്പം ഇട്ട് കൊടുക്കാതെ പറഞ്ഞ ഒരു സ്പൂണ്. അപ്പം ഞാനത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതെ, നമ്മുടെ ചാച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പറമേ, ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എരിവിലത്തെ. ഇതിന് നല്ല കളർ കിട്ടാനാണ് നമ്മൾ പറഞ്ഞത്. അതും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റുക. എണ്ണയ്ക്കല്ല ചൂടുള്ള കരിഞ്ഞു പോരുന്നത് ചുടനെ തന്നെ നമ്മുടെ നെല്ലിക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ല ഇളക്കി കൂട്ടുക. അപ്പം ആ എണ്ണമയോ ആ കാശ്മീരി മുളക് പൊടി നല്ല വരട്ടിയ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി ആ ഒരു മണങ്ങൾ വരുമ്പോഴത്തേക്കും കഞ്ഞി കുടിക്കാൻ റെഡിയാകും. എണ്ണ ഒഴിച്ച് ഒരെത്തിക്കോ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി വന്നിറങ്ങി എല്ലാം ഒരു ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ഇവിടെ എണ്ണ ചേർത്ത് എണ്ണുന്നുണ്ടെങ്കിൽ ഗ്യാസ് എണ്ണ ഇട്ടു ഒന്ന് വഴറ്റിയാൽ മതി. കാരണം നമ്മളിത് ഉണ്ടാക്കി ഇനി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് തണുക്കുമല്ലോ. തണുത്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചൂടാക്കി കഴിക്കണം തോന്നുവാണെങ്കിൽ അമ്മ പറഞ്ഞതാണ് ഇഞ്ചിയോ വെളുത്തുള്ളി ഒന്നും വേണ്ട. ജസ്റ്റ് ശകലം ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കുക, ചൂടാക്കുക. ഈ സാധനം എണ്ണത്തേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അല്ലേ. അതെ അതെ അതെ, ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെല്ലിക്ക കറുപ്പിക്കുന്നതിന്റെ രഹസ്യം അല്ലേ മേ? നല്ലൊരു പടം വരാം ഇല്ലേ? ഇനി ഇത് ഒരുപാട് ചൂടാക്കണോ? വേണ്ടല്ലോ, നന്നായിട്ട് ചൂടായിക്കോട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാകണമെന്നാണ് അമ്മ പറഞ്ഞത്. എന്നാ അമ്മച്ചിക്ക് ഉപ്പിട്ടോ നോക്കാൻ പോവാണ്. വലത് കൈ നോക്കി ഇടത് കൈ നോക്കുന്നുണ്ടോ? അത് പേടിക്കൊന്നും വേണ്ട, വലത് കൈ അനക്കാം.
വലത് കൈ അനക്കാൻ പേടിയായിട്ടാണ് ഈ ഇടത് കൈ കൊണ്ട് വന്നത് കേട്ടോ. ഇവനുണ്ടെന്ന് അമ്മ തന്നെ തിന്നിട്ട് എനിക്ക് പോലും കിട്ടിയില്ല. നീ കൊതി വിടണ്ട. ഞാൻ എടുത്തു അമ്മയുടെ അടുത്തുനിന്ന്. ഉപ്പൊക്കെ ഉണ്ടോ അമ്മേ? ഞാൻ ആ കലത്തിലെ ചുവട്ടിലെ പാതിങ്ങാന്ന് ചെറുത്തി തിന്നു. ആ ഇപ്പൊ ടേസ്റ്റ് വേറെയായി. അതാണ് കരിനെല്ലിക്ക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിങ്ങനെ ഇരിക്കണം. രണ്ടു വർഷത്തിന് മുമ്പുള്ള കൂടി ഇരിപ്പുണ്ട്. ഒരു ചെറിയ ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കിയ പണ്ട് എടുക്കാതെ അങ്ങനെ വെച്ചേക്കാതെ അവിടെ ഇരുന്നോളൂ. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോ ചിലപ്പോഴൊക്കെ കഞ്ഞിക്ക് ഇങ്ങനെ ഇടും. അത് അമ്മ ഒറ്റയ്ക്കൊന്നും പണ്ട് ഉണ്ടാക്കിയതാ. ആരും ഒന്നും തോന്നരുത്. കാരണം ഞങ്ങൾ ആ കരുനെല്ലിക്ക നമ്മൾ ഇടാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു 8-10 കിലോയുടെ ഓർഡർ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആകെ സാധനം ഇതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് 10-40 കിലോ ഇടുമ്പോൾ കുറേ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചാണ്. പക്ഷെ സംഗതി ഇതേ ഉള്ളൂ. അതുകൊണ്ട് ആരും എന്നോട് ക്ഷമിക്കണം. ആദ്യം എന്നോട് വിളിച്ച് ഓർഡർ തന്നിരിക്കുന്ന ഒരു 3-4 പേർക്ക് കുറച്ച് ഞാൻ തരും. ആരും ഒന്നും തോന്നരുത് കേട്ടോ. അല്ലേ? അപ്പം അമ്മച്ചി പറഞ്ഞത് മതി, സ്റ്റൗ ഓഫാക്കാനാണ് പറഞ്ഞത്. എന്താ അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കട്ടെ. അമ്മ ഇത് അവിടുന്ന് പറഞ്ഞാൽ അത് കറക്റ്റാ. ഞാൻ പറയണോ അമ്മ ഓഫാക്കാൻ? ഉണ്ടല്ലേ? അപ്പം ഇനി ഇത് തണുത്തിട്ട് നമുക്ക് ബാക്കിയല്ലേ അമ്മേ? അപ്പം നമ്മുടെ കരുനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കരുനെല്ലിക്ക തിന്നണമെങ്കിൽ ശാലം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ശാലം ബുദ്ധിമുട്ടാതെയൊന്നും ഒരു കാര്യവും നടക്കില്ല. അതിന് അമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും. പിള്ളേരാണെങ്കിൽ ഈ കൊല്ലം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. അവർ കുറേ വെള്ളം ഒഴിച്ച് കുറേ നെല്ലിക്കായി കൊണ്ടിട്ട് തീങ്ങറിച്ച് ചിലപ്പോൾ കരിഞ്ഞു പോകും, ചിലപ്പോൾ പറ്റി. അല്ല, അതിപ്പോൾ അമ്മച്ചി പറഞ്ഞത് ശരിയാണ്. പഴയ കാരണവന്മാരൊക്കെ ഉള്ള വീട്ടിൽ മാത്രമേ ഈ സംഭവം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ജോലിക്കാർ അവർക്ക് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ ദിവസം 1-2 ദിവസം എടുത്ത് വെക്കാനും പിടിക്കാനും ഒന്നും അവർക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മച്ചിയോട് പറയാ, എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യമൊക്കെ ഞാനിതൊക്കെ കുറേ ഉണ്ടാക്കി കഴിച്ചതിൻ്റെയാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ 88-ാമത്തെ വയസ്സിൽ ഞാനിത് ചുറുചുറുക്കോടെ ഇരിക്കുന്നല്ലേ. അതായത് നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ അന്യം വന്നു പോയ ഫുഡാണിത്. ഇതാണ് ഒറിജിനൽ നാടൻ ഫുഡുകൾ എന്ന് പറയാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ കാരണവന്മാർക്ക് വീടുള്ളവർക്ക് ഇതുപോലെ നല്ല നാടൻ നെല്ലിക്ക, മറ്റേ ഹൈബ്രിഡ് നെല്ലിക്കൊന്നും മേടിക്കരുത്. അതിനകത്ത് ഭയങ്കര വെള്ളാംശമായിരിക്കും, അത് അളിഞ്ഞു പോവുള്ളൂ. ഇതേപോലെ കിട്ടില്ല. നാടൻ നെല്ലിക്ക കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പറ്റുന്നവർക്ക് പരീക്ഷിക്കുക, തിന്ന് നോക്കുക. പരീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, അങ്ങ് തിന്ന് നോക്കുക. നോക്കണേ, ഇത് ഉണ്ടാക്കണ്ടേ. അപ്പം സാറിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ അത്യാവശ്യക്കാർ കുറച്ച്, എനിക്ക് തോന്നുന്നത് അതൊരു 5-6 കിലോ സാധനം ഉണ്ടാവും നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ എല്ലാവർക്കും തന്നെ ഞാൻ അയച്ചു തരാം. ഒരു 250 അര കിലോ ഒക്കെ വെച്ച് നമുക്ക് അയച്ചു തരാനുള്ള പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വില ഇപ്പം എങ്ങനെയുണ്ട്? നമ്മൾ വില തന്നെ ഇടാൻ വേണമെങ്കിൽ ഒരു 500 രൂപ. 1 കിലോയ്ക്ക് വേണ്ട, കിലോയ്ക്ക് 500 രൂപ ഉണ്ട്. 200 രൂപയ്ക്ക് നീ 400 രൂപ നീ ഇട്ട് 1 കിലോയ്ക്ക്. എന്നിട്ട് 200 രൂപ. അപ്പം 100 രൂപ. അപ്പൊ 200 രൂപ എനിക്ക് വേണം. ഞാനാണ്. ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് തർക്കമൊന്നും വേണ്ട. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ഫിക്സ് ചെയ്യുന്നു. 1 കിലോ കരിനെല്ലിക്കയ്ക്ക് 500 രൂപയ്ക്ക് വെറും വില കുറച്ചാണ് അമ്മച്ചി തരുന്നത്. കാരണം അതൊന്നും കിട്ടാനുള്ള സാധനമാണ്. അത് എത്ര വില പറഞ്ഞാലും ആൾക്കാർ മേടിക്കും നമുക്കറിയാം. പക്ഷെ അമ്മ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. 1 കിലോയ്ക്ക് 500 രൂപ. അപ്പോൾ 1/2 കിലോയ്ക്ക് 250 രൂപ. അത് കണക്കാക്കിയിട്ട് നിങ്ങൾ അത്യാദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് കിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയരുത്, അയച്ചു തരാം അല്ലേ മേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ. അപ്പോൾ ഈ കരുനെല്ലിക്ക ടേസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റേ. ഇത് കഞ്ഞിയായിരുന്നു വേണ്ട അല്ലേ മേ? ചൂട് കുത്തിരിക്കഞ്ഞി, അതെ, റേഷൻ അരിക്കഞ്ഞിയാണേലും മതിച്ചാ. അല്ല, ഇത് ഇതിന്റെ ആ മസാലയും പൊടി എല്ലാം കൂടി കിടക്കണം കേട്ടോ. ഇനി ഒരെണ്ണം മുഴുവൻ എടുത്താലും കുഴപ്പമില്ല. കാര്യമില്ല, അതങ്ങനെ ഞാൻ ആ കലത്തിലെ മൊത്തവും പഠിച്ചു. ഇതിലുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. എന്താണോ നെല്ലിക്കല കുരു, അതും കളഞ്ഞേക്കരുത്. അതും അടിപൊളി നേക്കണം. ഉഷാർ സാധനം. അപ്പം ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരത്തേക്ക് ബൈ.